ഇലക്ട്രോ കെമിസ്ട്രി എന്ന കെമിസ്ട്രിയുടെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? റിയാക്ടിവിറ്റി സീരീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞു നിർത്തി അല്ലേ. നമ്മൾ എലമെൻറ്റുകളെ അവരുടെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്താ? റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ അത് ആദ്യം വരുന്നത് പൊട്ടാസ്യം ആണെന്നും അങ്ങനെ സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ എന്നിങ്ങനെ വരും. അതായത് ഏറ്റവും മുകളിൽ ആദ്യമുള്ള ആൾക്കാർ കൂടുതൽ റിയാക്റ്റീവ്, ബാക്കിയുള്ളവർ ലെസ് റിയാക്റ്റീവ്. അപ്പോൾ ഈ ഒരു കാര്യം വരെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിന്ന് റിയാക്ടിവിറ്റി സീരീസിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കാം. ഇവിടെ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആൾ ആരെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് വെച്ച് പറ്റും. രണ്ട്, ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല, ഒരു ആസിഡിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളെ ആര് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തുവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഇപ്പോൾ ഒരു AB+CD എന്ന് പറയുന്നൊരു റിയാക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ A+CD എന്ന് പറയുന്ന റിയാക്ഷൻ. ഇവിടെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഈ C എന്ന് പറയുന്ന ആളെക്കാളും റിയാക്റ്റീവാണ് A. അപ്പോൾ എന്ത് പറ്റും? ഈ A എന്ന് പറയുന്ന ആൾ നേരെ ചെന്നിട്ട് ഈ Cയെ റീപ്ലേസ് ചെയ്തിട്ട് ആരുമായിട്ട് ചേരും? DUമായിട്ട് ചേരും. അതായത് അവിടെ ADയും എന്നിട്ട് C എന്ത് ചെയ്യും? പുറത്താവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷനല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ ഇവനെ കൊണ്ട് ഇവനെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ അത് നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലേ. ഒരു എലമെൻറ്റ്, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, അത് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് A+ ഒരു ഇലക്ട്രോണുമായിട്ട് മാറിയാൽ ഇവിടെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയല്ലേ ചെയ്തേ. അങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോൺ മറ്റുള്ള അക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ B+ എന്ന് പറയുന്ന ഒരാൾ, B+ എന്ന് പറയുന്ന ഒരാൾ, അവൻ ഈ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? B ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നടന്നതാണ് എന്ത്? റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ? എന്താ സംഭവിച്ചു ഇവിടെ? ഇവിടെ ഒരു എലമെൻ്റ് എന്ത് ചെയ്തു? അവൻ്റെ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺ കളയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ പ്രോട്ടോണും നെഗറ്റീവായ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ടല്ലേ അതിന് ചാർജ് ഒന്നും ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ എന്ത് പറ്റി? ഒരു നെഗറ്റീവ് പോയി. അപ്പോൾ ഒരു പോസിറ്റീവിൻ്റെ അതിപ്രസരം ഇവിടെ ഉണ്ട്. അതാണ് നമ്മളുടെ ഒരു പ്ലസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ എൻ്റെ അർത്ഥം എന്താ? B എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഇലക്ട്രോൺ കുറവുണ്ട്, അതുകൊണ്ടാണ് അവൻ B+ ആയത്. അവൻ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി? വീണ്ടും ഈക്വലായി. അപ്പോൾ എന്ത് പറ്റി? B ആയി, മുകളിൽ ചാർജ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് അല്ലേ ഓക്സിഡേഷൻ എന്നും റിഡക്ഷൻ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താണെന്ന് നല്ലൊരു ഐഡിയ വേണം. അപ്പോൾ ഇവിടുന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ, ഒരു റിയാക്ഷൻ തന്നിട്ട് ഇവിടെ ആര് ഓക്സിഡൈസ് ആകും, ആര് റെഡ്യൂസ് ആകും, ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എവിടെയോ പഠിച്ചതാണ് അല്ലേ, മറന്നുപോയി. എന്താ സംഭവം? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു റിയാക്ഷൻ നിങ്ങളതിൽ തന്നു, നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന ആരാണെന്നും റിഡക്ഷൻ നടക്കുന്ന ആരിലാണെന്നും കണ്ടുപിടിക്കാനുള്ള ഐഡിയ മാത്രം മതി. അതായത് ആർക്കാണോ പ്ലസ് ചാർജ് വരുന്നത്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, O പോസിറ്റീവ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് ചാർജ് വരും, അല്ലെങ്കിൽ പ്ലസ് ചാർജിൻ്റെ എണ്ണം കൂടും. അപ്പോൾ റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്ലസ് കുറയും, അല്ലെങ്കിൽ പ്ലസ് എന്ത് ചെയ്യും? ഇല്ലാതാവും. ഇവിടെ നോക്ക്, ഇവിടെ Aയിലോട്ട് ഒരു പ്ലസ് കയറി വന്നു, A+ കയറി വന്നു, നമുക്ക് ഇഷ്ടമുള്ളതാണ് അല്ലേ. പ്ലസ് വന്നപ്പോൾ അത് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ B+ ഉണ്ടായിരുന്നു, പ്ലസ് പോയിട്ട് എന്തായിട്ട് മാറി? ചാർജ് ഇല്ലാതായി. അപ്പോൾ എന്താണ്? റിഡക്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഓയിൽ റിഗ് എന്നും ഓർത്ത് വയ്ക്കാം, ഒരു കോഡാണ് ഓയിൽ റിഗ് എന്ന് വെച്ചാൽ. O എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ, L എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഓക്സിഡേഷനിൽ ഇലക്ട്രോൺ ലോസ് ചെയ്യും, അപ്പോൾ റിഡക്ഷൻ ആണെങ്കിലോ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. അതാണ് ഓയിൽ റിഗ്. ഓക്കെ, CBC കോഡാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡുകൾ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ റിയാക്ഷൻ തന്നാൽ ആര് ഓക്സിഡൈസ് ആവും, ആര് റെഡ്യൂസ് ആവും, ആര് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ആര് റെഡ്യൂസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ ഒരു ടേബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ കിട്ടിയാൽ അത് റിഡക്ഷൻ. ആരാണോ ഇനി ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരട്ടെ. സിമ്പിളാണ്. ഓക്സിഡൈസ് ആയ ആളുണ്ടല്ലോ അവനാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, റെഡ്യൂസ് ആയ ആളുണ്ടല്ലോ അവനാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജൻറ്റ്.
ഇത്രയേ ഉള്ളൂ. നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്, പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഓക്സിഡൈസിങ് ഏജന്റിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. റെഡ്യൂസിങ് ഏജന്റ് എന്ത് സംഭവിക്കും? ഓക്സിഡേഷനും സംഭവിക്കും. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് ഓരോന്നിട്ട് പറയാം. ഞാൻ ഇതൊന്ന് ഐഡിയ മുന്നേ ഒന്ന് അറിഞ്ഞിട്ട് ചാപ്റ്ററിലോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് അറിയാത്തൊരു കുട്ടിക്ക് ചിലപ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. സബ്സ്റ്റൻസ് നഷ്ടപ്പെടും ഇലക്ട്രോണിന്, ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ കിട്ടും. ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും കൂടും, ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ത് പറ്റും? കുറയും. പ്ലസ് പറയുന്ന കാര്യം ആലോചിച്ച് വെച്ചാൽ. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടത്തുന്ന ആൾ, ഇവന് സംഭവിക്കുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. ഇവന് സംഭവിക്കുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറ്റും? റിഡക്ഷൻ നടക്കാൻ സഹായിക്കുന്ന ആൾ, പക്ഷേ അവൻ എന്താ പറ്റുന്നത്? ഓക്സിഡേഷനാണ് നടക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. തുടങ്ങാമല്ലോ. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എലമെന്റുകളെ അവരുടെ റിയാക്ഷൻ്റെ അളവനുസരിച്ച് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനുള്ള താല്പര്യം അനുസരിച്ച് അറേഞ്ച് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലെ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ പറ്റി നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. എങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് നോക്കാം. നമ്മളൊരു ബീക്കർ എടുക്കുന്നു. ഈ ബീക്കറിനകത്ത് എന്ത് നിറയ്ക്കുന്നു? കോപ്പർ സൾഫേറ്റ് നിറയ്ക്കും. എന്താ കോപ്പർ സൾഫേറ്റ് എന്ന് വെച്ചാൽ CuSO4 അല്ല, എന്തുവാണ്? CuSO4 കോപ്പർ സൾഫേറ്റ്. ഇതിനെ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ആളെ വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? അവർക്കൊരു പോളാറായിട്ടൊരു ചാർജ് വരും അല്ലേ? എന്താണ്? Cu2+ഉം SO4 2- ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് കിടക്കും. Cu2+ ആയിട്ടും SO4 2- ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യം? അപ്പോൾ ഒരു നീല നിറത്തിലുള്ളൊരു ലിക്വിഡാണ് എന്ത്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയും. നീല നിറമാണ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ വെള്ളത്തിൽ CuSO4 എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റ്. ഈ CuSO4 വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്തായിട്ട് മാറും? Cu2+ഉം SO4 2- ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതിലോട്ട് നമ്മൾ ആരെ കൊണ്ട് ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്? സിങ്ക് റോഡിനെ കൊണ്ടുവന്ന് ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്. ആരെ കൊണ്ട് ഡിപ്പ് ചെയ്യാൻ പോവുകയാണ്? സിങ്ക് റോഡിനെ കൊണ്ടുവന്ന് ഡിപ്പ് ചെയ്യാൻ പോകും. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒബ്സർവ് ചെയ്തു, കുറേ സമയം ഇങ്ങനെ ഒബ്സർവ് ചെയ്തു. നിങ്ങൾ എന്താ കാണുക? നിങ്ങൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ ഈ പറയുന്ന നീല കളറുണ്ടല്ലോ, വാട്ട് ഡിഡ് ദ കളർ ഓഫ് ദ CuSO4 സൊല്യൂഷൻ ചേഞ്ചസ്? യെസ്, ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. അത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നീല നിറം പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫെയ്ഡ് ആകാൻ തുടങ്ങും. ഈ പറയുന്ന ബ്ലൂ കളർ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫെയ്ഡായി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബ്ലൂ കളർ ഇല്ലാതാകും. ഓക്കെ, എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചേ? ഓക്കെ, വാട്ട് ചേഞ്ചസ് വാസ് ഒബ്സർവ്ഡ് ഇൻ ദ സിങ്ക് റോഡ്? സിങ്ക് റോഡിന് എന്താ സംഭവിച്ചേ? നമ്മൾ കുറേ സമയം കഴിയുമ്പോഴത്തേക്കും ഈ സിങ്ക് റോഡ് പതിയെ ചെറുതാകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഈ സിങ്ക് റോഡിൽ സിങ്ക് എങ്ങോട്ടോ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. സിങ്ക് റോഡിൻ്റെ വലിപ്പം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ? വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ ഫെയ്ഡിങ് ഓഫ് കളർ ഇൻ ദ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, നമ്മുടെ ഈ സൊല്യൂഷന് നിറം കൊടുത്തത് ആരെന്ന് വെച്ചാൽ അറിയാവോ? അത് Cu2+ അയോണാണ് ഈ പറയുന്ന നീല നിറം കൊടുത്തത്. അപ്പോൾ ഈ Cu2+ അയോൺ എങ്ങോട്ടോ പോയി. Cu2+ അയോൺ എന്ത് ചെയ്തു? എങ്ങോട്ടോ പോയി. ആ പോയത് കാരണമാണ് എന്ത് പറ്റി? ഈ പറയുന്ന നിറം എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ പറയുന്ന സൊല്യൂഷനകത്ത് ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? സൊല്യൂഷനിൽ ആരൊക്കെയാണ് ഉള്ളത്? Cu2+ഉം SO4 2- ഉള്ളത്. ചാർജാണ്. ഇവർ സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞൊന്നുമില്ല, അങ്ങനെ നീക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ആര് വരുന്നത്? സിങ്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം റിയാക്ടിവിറ്റി സീരീസ് നമ്മളൊന്ന് ഓടിച്ച് നോക്കി കഴിയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. അവിടെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിങ്കിനേക്കാൾ താഴെയാണ് കോപ്പർ. അതായത് സിങ്കാണ് കോപ്പറിനേക്കാളും കൂടുതൽ എന്താ റിയാക്റ്റീവ് എന്ന് പറയും. അപ്പോൾ യൂഷ്വലി എന്ത് സംഭവിക്കും? സിങ്കിൻ്റെ അടുത്ത് സിങ്ക് വന്നിട്ട് പറയും, കോപ്പറെ നീ എന്ത് ചെയ്യുക? നീ എന്നേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളല്ലേ, അപ്പം നീ പോ. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏത് റിലേഷൻഷിപ്പിലായാലും ശരി, ഡാർക്കാണെന്ന് തോന്നുന്ന സത്യം പറയാണ് കേട്ടോ. ഏത് റിലേഷൻഷിപ്പ് ആയാലും ശരി, ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, ജോലി ആയാലും ശരി, എവിടെ ആയാലും കഴിവ് കൂടിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ കഴിവ് കുറഞ്ഞ ആളെ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. സോ റീപ്ലേസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാം? വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്നതും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എസ്കേപ്പ് ആവണം. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സിങ്ക് നേരെ വരും ആരുടെ അടുത്ത്? CuSO4ൻ്റെ അടുത്ത്. നമുക്കറിയാം Cu എന്ന് വെച്ച് കഴിഞ്ഞാൽ 2+ ആയിട്ടിരിക്കുകയാണ്, SO4 ആണെങ്കിൽ 2- ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സിങ്ക് നോക്കുമ്പോൾ ഈ SO4ൻ്റെ കൂടെ കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ SO4 2- നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് 2+ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താവും? അവൻ്റെ കൂടെ പോകാൻ പറ്റും. അപ്പോൾ സിങ്ക് പറയും, എന്നൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? ഞാൻ എൻ്റെ 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് കളഞ്ഞു. ഞാൻ എന്തായിട്ട് മാറി? 2+ ആയിട്ട് മാറി.
എപ്പോൾ എന്ത് ചെയ്യും, കോപ്പറിനടുത്ത് പോയിട്ട് പറയും ഡേ ഇറങ്ങുള്ളിൽ. അപ്പോൾ കോപ്പർ എന്ത് ചെയ്യും, ശരി ആയിക്കോട്ടെ ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞാൽ കോപ്പർ എന്ത് ചെയ്യും, പോകും. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ, CUവിന് പകരം ZN കയറും. അപ്പോൾ ZN SO4 കിട്ടും. എന്ത് കിട്ടും, ZN SO4 കിട്ടും. പാപം Cu2+, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പം ദേ കിടക്കുന്നു 2 ഇലക്ട്രോൺ. അപ്പം പിന്നെ നീ കൂടെ പോരെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇവനെ ഇലക്ട്രോണുമായിട്ട് അങ്ങ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഈ പറയുന്ന Cu2+ 2 ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും, Cu ആയിട്ട് മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷന് നടക്കുന്നത്. അപ്പോൾ എന്താ പറ്റിയത്, സൊല്യൂഷനകത്തുണ്ടായിരുന്ന Cu2+ ഇവിടെ പോയി അവൻ Cu ആയിട്ട് മാറി. സൊല്യൂഷനകത്തുള്ള Cu2+ ആരായിട്ട് മാറി, Cu ആയിട്ട് മാറി. സോ Cu2+ അയോൺ അല്ലേ ഇതിന് നിറം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിറം കൊടുത്തുകൊണ്ടിരുന്ന Cu2+ പോകുമ്പോൾ എന്ത് പറ്റും, നിറവും പറയും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിയാക്ടിവിറ്റി സീരീസ് ഫൈൻഡ് ഔട്ട് വിച്ച് മെറ്റൽ ഈസ് മോർ റിയാക്റ്റീവ്, സിങ്ക് ഓർ കോപ്പർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്, സിങ്ക് ആണ് സാറേ റിയാക്റ്റീവ്. വാട്ട് ഈസ് ദ അയോൺ ഫോംഡ് വെൻ Cu2+, CuSO4 ഡിസോൾവ് ഇൻ വാട്ടർ. CuSO4 വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Cu2+ഉം SO4 2- കിട്ടും. അപ്പോൾ എന്ത് പറ്റും, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ സംഭവിക്കുന്നു. അങ്ങനെയാണ് എന്ത് പറ്റുന്നത്, നീല നിറം നഷ്ടപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ വാട്ട് ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ടു ദ Cu2+ അയോൺ. Cu2+ എന്ത് പറ്റും, 2 ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ട് Cu ആയിട്ട് മാറും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഇക്വേഷൻ എവിടെ കിടക്കുന്നുണ്ട്, സിങ്ക് റിയാക്ട് വിത്ത് കോപ്പർ സൾഫേറ്റ് ഫോമിങ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഇതാണ് സംഭവം. ഈ നടന്ന സംഭവമാണ് ഞാൻ ഇവിടെ മുകളിൽ വിവരിച്ചത്. ഞാൻ അതൊന്നുകൂടി ഒന്ന് എഴുതി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ആര് നിൽക്കുകയാണ്, സിങ്ക് നിൽക്കുകയാണ്. അപ്പോൾ സിങ്കിന് ആരുടെ കൂടെ ചേരണം, SO4 2- കൂടെ പോകണം. അപ്പോൾ എങ്കിൽ എന്ത് പറ്റണം, സിങ്കിന് ചെന്ന് ചേരാൻ പറ്റൂലല്ലോ, +- കൂടിയല്ലേ ചേരുള്ളൂ. അപ്പോൾ സിങ്ക് എന്ത് പറ്റും, സിങ്ക് ത്യാഗം ചെയ്തിട്ട് സിങ്ക് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട് എന്താവും, Cu2+ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. സോ ഇതെന്ത് റിയാക്ഷനാണ്, ഓക്സിഡേഷൻ. ഇതെന്ത് റിയാക്ഷനാണ്, ഓക്സിഡേഷൻ. കാരണം ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ എന്ത് പറ്റി, ഈ പറയുന്ന 2+ വന്നു. ഈ ZN2+ ആരുടെ അടുത്ത് പോയി, Cu2+ SO4 2- അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടേ ഇറങ്ങ വെളിയിൽ, ഗോ ഔട്ട് സൈഡ്. അപ്പോൾ എന്ത് പറ്റി, CuSO4 Cu പുറത്ത് പോകും. അപ്പോൾ എന്ത് കിട്ടും, ZN SO4 കൂടി ചേർന്ന് ZN + 2SO4 - 2 കൂടി അങ്ങ് ചേരും. ആര് പുറത്തായി, കോപ്പർ പുറത്തായി അല്ലേ. ആര് പുറത്തായി, കോപ്പർ പുറത്തായി. അപ്പോൾ ആരുണ്ട്, Cu2+ പുറത്തുണ്ട്. ഈ Cu2+ ഈ ഇലക്ട്രോണുമായിട്ട് വന്ന് ചേർന്നിട്ട് എന്ത് ചെയ്യും, +2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. അപ്പോൾ നോക്കടാ, കോപ്പറിനോട് എന്താ സംഭവിച്ചത്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഡക്ഷൻ. റിഡക്ഷൻ. സോ ഇവിടെ ഓക്സിഡേഷൻ നടന്നു, റിഡക്ഷനും ഒരേ സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നു. അപ്പോൾ നമ്മൾ ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഓക്സിഡേഷൻ ഹാഫ്. ഓക്സിഡേഷൻ റിയാക്ഷൻ നോക്കി ഇത്, റിഡക്ഷൻ റിയാക്ഷൻ നോക്കി ഇത്. എന്ത് പറ്റി, ഈ പറയുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇതാണ് സംഭവം. ഇതാണ് എന്താ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എന്താ നമുക്ക് പറയാൻ പറ്റും, സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി, കോപ്പർ പോയിട്ട് സിങ്ക് വന്നു, സിങ്ക് സൾഫേറ്റായി, കോപ്പർ എന്ത് ചെയ്തു, ഇലക്ട്രോണുമായിട്ട് ചേർന്ന് കോപ്പറായിട്ട് മാറി. സോ ദ സിങ്ക് അണ്ടർവെന്റ് ഓക്സിഡേഷൻ, കോപ്പർ അണ്ടർവെന്റ് റിഡക്ഷൻ. തീർന്നു. ഇത് റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ആരാണ് റീപ്ലേസ് ആയത്, ഇവിടെ റീപ്ലേസ് ആയത് ആരാണ്, കോപ്പറാണ് റീപ്ലേസ് ആയത്. കോപ്പറാണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസുമായിട്ട് നമുക്ക് എന്താ ബന്ധം. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ ചെയ്യിപ്പിച്ച് നോക്കാതെ തന്നെ ഇനി പറയാൻ പറ്റൂലേ, കോപ്പർ സൾഫേറ്റും സിങ്കുമായി റിയാക്ട് ചെയ്താൽ ആര് ഡിസ്പ്ലേസ് ചെയ്യും, സിങ്ക് കോപ്പറിന് ഡിസ്പ്ലേസ് ചെയ്യും. സിങ്ക് എന്ത് ചെയ്യും, കോപ്പറിന് ഡിസ്പ്ലേസ് ചെയ്യും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഇവിടെ നോക്കടാ, ഈ പറയുന്ന കോപ്പർ സൾഫേറ്റിൽ നമ്മൾ സിങ്കിന് പകരം അയണിനെ വെച്ചാലും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും, നിക്കൽ വെച്ചാലും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും, അലുമിനിയം വെച്ചാലും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കണം, മെഗ്നീഷ്യം വെച്ചാലും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കണം. അപ്പോൾ ലെസ് റിയാക്റ്റീവ് ആയ ഒരു മെറ്റലിനെ ആർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, മോർ റിയാക്റ്റീവായ റിയാക്ടിവിറ്റി സീരീസിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് സംഭവം. ഇതേപോലെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ നൈട്രേറ്റ് ആണ്. എന്താണ് സിൽവർ നൈട്രേറ്റ്? അതിന് മുമ്പ് ഇതിൻ്റെ നോട്ട് ഒന്ന് നോക്കാം അല്ലേ, ശ്രദ്ധിച്ചോ. ബീങ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സാമ്പിൾ സിങ്കിനെ കോപ്പർ സൾഫേറ്റിൽ മുക്കി. എന്താ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ കണ്ടത്, ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. മാത്രമല്ല കോപ്പർ ഈ പറയുന്ന റോഡിന് ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സിങ്കിൻ്റെ കട്ടി കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ് നീല കളർ ഫെയ്ഡ് ആയത്? Cu2+ അയോണുകളാണ് നീല നിറം കൊടുത്തുകൊണ്ടിരുന്നത്. ഈ Cu2+ അയോൺ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് Cu ആയിട്ട് മാറി. അപ്പോൾ പിന്നെ ആരില്ല, Cu2+ൻ്റെ അളവ് കുറയും. സോ കളർ എന്ത് ചെയ്യും, ഫെയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും, Cu2+ ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് Cu ആയിട്ട് മാറി, വിച്ച് ഈസ് റിഡക്ഷൻ.
സിങ്ക് ആണെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് Zn2+ ആയിട്ട് മാറി, വിച്ച് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഓവറോൾ റിയാക്ഷൻ നോക്കി, എന്താണ്? സിങ്ക് കോപ്പർ സൾഫേറ്റുമായി ചേർന്ന് സിങ്ക് സൾഫേറ്റും കോപ്പറുമായിട്ട് മാറി. എന്താ ഓക്സിഡേഷൻ? സിങ്ക് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, സിങ്ക് പ്ലസ് ആയിട്ട് മാറി. കോപ്പർ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു, കോപ്പറായിട്ട് മാറി. ഇത് റിഡക്ഷൻ, ഇത് ഓക്സിഡേഷൻ. ഓക്കെ, അപ്പോൾ സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺ എങ്ങോട്ട് പോയി? Cu2+ പോയി. ഇതാണ് റിഡോക്സിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരണം. നിങ്ങൾ പറയണം, ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അവൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? Cu2+. അപ്പോൾ അവനാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ആരവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ ഓക്സിഡേഷൻ സംഭവിച്ചത്? സിങ്ക്. അപ്പോൾ സിങ്ക് ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. സെറ്റാണ്? ഓക്കെ ആണ്. നോക്കാമല്ലോ അവിടുത്തെ ഓക്സിഡേഷൻ റിഡക്ഷൻ ഏജന്റുകൾ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ ഏജന്റ് ഞാൻ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ഈ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ സിങ്കിന്, റിഡക്ഷൻ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ കോപ്പർ. റെഡ്യൂസിങ് ഏജന്റിന് ഓക്സിഡേഷൻ സംഭവിച്ചു സിങ്ക്, ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ സംഭവിച്ചു കോപ്പർ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിൽവറിലോട്ട് പോവാം അല്ലേ? അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. സിൽവർ നമ്മൾ സെയിം പരിപാടി ചെയ്യാൻ പോകുകയാണ്. നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുക്കും. മനസ്സിലാക്കുക, സിൽവർ നൈട്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കളർലെസ് ആണ്, നിറമില്ലാത്ത ഒന്നാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, AgNO3. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോപ്പർ റോഡിനെ ഡിപ്പ് ചെയ്തു. ആരെ ഡിപ്പ് ചെയ്തു? കോപ്പർ റോഡിനെ ഡിപ്പ് ചെയ്തു. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് ഓർമ്മയുണ്ട്. കാരണം കോപ്പറിനെക്കാളും താഴെയാണ് സിൽവർ. അപ്പോൾ കോപ്പർ നേരത്തെ ചെയ്ത പ്രതികാരം പറ്റും. എന്താണ്? സിങ്ക് തന്നോട് കാണിച്ച പ്രതികാരം കോപ്പറോട് ആരുടെ അടുത്ത് തീർക്കും? സിൽവറിൻ്റെ അടുത്ത് തീർക്കും. സിൽവറിൻ്റെ അടുത്ത് പോയിട്ട് പറയും, ഇറങ്ങുവെളിയിൽ ഗോ ഔട്ട് സൈഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റും? സിൽവറിനെ മാറ്റിയിട്ട് കോപ്പർ ആരുമായിട്ട് ചേരും? നൈട്രേറ്റ് ആയിട്ട് ചേരും. ഇവിടെ നോക്കി, കോപ്പർ റിയാക്ട് വിത്ത് 2AgNO3. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ സിൽവറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ +1 ആണ്. നൈട്രേറ്റിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാലും +1 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ചേർന്നത്. സോറി, നൈട്രേറ്റിൻ്റെ +1 അല്ല, -1 ആണ്. അപ്പോൾ ഇവിടെ കോപ്പർ വന്നിട്ട് എന്ത് പറയും? കോപ്പർ ആണെങ്കിൽ നമുക്കറിയാം 2+ ആണ് അല്ലേ? C2+ ആണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ 2 വന്നത് കേട്ടോ. അതുകൊണ്ടാണ് 2 വന്നത്, മാറിപ്പോകണ്ട. ശരി, കോപ്പർ വന്നിട്ട് എന്ത് പറയും? സിൽവറിൻ്റെ അടുത്ത് പറയും, ഡേ ഇറങ്ങുള്ളിൽ ഗോ ഔട്ട് സൈഡ്. അപ്പോൾ Cu എന്തായിട്ട് മാറും? Cu പറയും, എനിക്ക് നൈട്രേറ്റുമായിട്ട് ചേരണം, എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ. എന്നിട്ട് എന്ത് പറ്റും? Cu2++ 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ ഇവിടെ എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. എന്നിട്ട് നേരെ പോയിട്ട് പറയും, സിൽവറെ നീ എന്നെക്കാളും താഴെയല്ലേ, ഇറങ്ങാൻ പറയും. അപ്പോൾ എന്ത് പറ്റും? ഈ AgNO3 എന്ന് പറയുമ്പോൾ Ag+1 NO3 എന്താണ്? -1 ആണ്. ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2 അത് വെച്ച് ബാലൻസ് ആയിക്കോളും. നമ്മളിവിടെ പഠിച്ചു, പീരിയോഡിക് ടേബിളിൽ പഠിച്ചു അല്ലേ? അപ്പോൾ എന്ത് പറ്റും? സിൽവർ പോവും, കോപ്പർ വന്ന് ചേരും. അപ്പോൾ എന്ത് പറ്റും? Cu+ എന്താണ്? NO3 +1 അല്ലേ? അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം വേണം. അതാണ് ഇവിടെ 2. ഓക്കെ, +1 ചാർജേ ഉള്ളൂ. അപ്പോൾ Cu 2+ ആയിട്ട് ചേരണമെങ്കിൽ 2 എണ്ണം വേണം. അതാണ് ഇവിടെ ഈ പറയുന്ന 2 വന്നത് കേട്ടോ. ഇത് വെറുതെ വന്നതല്ല. ഓക്കെ, മനസ്സിലാക്കണം. പ്ലസ് എന്താണ്? Ag എന്ത് പറ്റും? Ag ഈ പറഞ്ഞ 2 ഇലക്ട്രോണായിട്ട് ചേരും. അപ്പോൾ 2 Ag വേണ്ടേ? അപ്പോൾ 2Ag. കണ്ടോ, 2Ag ഇവിടെ 2 വന്നത് അതുകൊണ്ടാണ്. കാരണം എന്താ? ഇവിടെ 2 ഇലക്ട്രോൺ ഇല്ലേ? Agക്ക് 1 മതി. അപ്പോൾ 2 Ag വന്നിട്ട് എന്ത് പറ്റും? 2 ഇലക്ട്രോൺസ് എടുത്തുകൊണ്ട് പോയിട്ട് 2Ag ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഓരോ നമ്പറിനോട് അർത്ഥമുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? കോപ്പർ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് പറ്റുന്നു? സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് കോപ്പർ വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, കോപ്പറിൻ്റെത് +2 ചാർജാണ്, നൈട്രേറ്റിൻ്റെ ആണെങ്കിൽ -1 ആണ്. അപ്പോൾ 2 എണ്ണം വേണം. അതുകൊണ്ടാണ് NO3യുടെ ബ്രാക്കറ്റ് 2 എന്ന് ഇട്ടേക്കുന്നത്. ഇവിടെ 2 ഇലക്ട്രോൺ എക്സ്ട്രാ വന്നത് 2 സിൽവറുമായിട്ട് ചേരുമ്പോൾ, അതുകൊണ്ടാണ് ഇവിടെ 2 എന്ന് പറയുന്ന നമ്പറും വന്നത്. മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കി. Cu ആണെങ്കിൽ +2, Ag ആണെങ്കിൽ +1, NO3 ആണെങ്കിൽ -1. അപ്പോൾ ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 × 1 എന്ന് വരും. അപ്പോൾ ഇവിടെ Cu2+ എന്താണ്? +2. ഇവിടെ ഇപ്പോൾ എന്താവും? 2 എണ്ണം വന്നത് കൊണ്ട് ഇവിടെ എന്താവും? -2 ആയിട്ട് ഇത് ബാലൻസ് ആവും. Ag എടുത്ത് ഇവിടെ 0 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. വിച്ച് മെറ്റൽ ഈസ് ഓക്സിഡൈസ്ഡ് ഹിയർ? ഇവിടെ ആരും ഓക്സിഡൈസ് ആയത്? കോപ്പർ. സോ Cu എന്ത് പറ്റും? Cu2++ എന്താവും? 2 ഇലക്ട്രോൺ ആയിട്ട് മാറുമല്ലോ. അടുത്ത് നോക്കി, വിച്ച് വൺ ഈസ് റെഡ്യൂസ്ഡ് ഹിയർ? ആരാ റെഡ്യൂസ് ചെയ്തത്? Ag ആണല്ലേ? Ag +1 എന്ത് പറ്റും? 1 ഇലക്ട്രോൺ ആയിട്ട് എന്തായിട്ട് മാറും? Ag ആയിട്ട് മാറണം. പക്ഷേ ഇവിടെ 2 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറ്റും? 2Ag+ എന്ത് പറ്റും? 2 ഇലക്ട്രോണായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? 2Ag ആയിട്ട് മാറും. ഓക്കെ, സോ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യും ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. അടുത്ത് ടു ഐഡൻറ്റിഫൈ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇതൊക്കെ ആണല്ലോ. ഓക്സിഡേഷൻ എന്താ?
കളർ ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത് കളർലെസ് ആണ്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നീല നിറം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തുകൊണ്ടാണ്? Cu2+ അയോണുകൾ എങ്ങോട്ട് വരുന്നു, സൊല്യൂഷനിലോട്ട് വരുന്നു. ഓക്കെ, എന്ത് വരുന്നു, സൊല്യൂഷനിലോട്ട് വരുന്നു അല്ലേ? കാരണം എന്താ, ഇതാ മുകളിലോട്ട് നോക്കി, ഇതാ കണ്ടോ, Cu2+ അല്ലേ സൊല്യൂഷനിലോട്ട് വരുന്നത്. ആ Cu2+ വരുന്നത് കാരണം നമുക്ക് നീല നിറം കിട്ടും. കോപ്പറിൻ്റെ അളവ് കുറയും, സിങ്ക് വെള്ള കളറിലുള്ള സിങ്ക് എന്ത് ചെയ്യും, സിൽവർ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിന് ചുറ്റും വന്ന് നിൽക്കും. സോ കോപ്പർ ആറ്റം എന്ത് പറ്റും, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, എന്നിട്ട് സൊല്യൂഷനിലോട്ട് പോകുന്നു, Cu2+ ആയിട്ട് മാറുന്നു, അങ്ങനെ നീല നിറം കിട്ടുന്നു. Ag+ ആണെങ്കിൽ എന്ത് പറ്റും, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് Ag ആയിട്ട് മാറും. സോ Cu 2G AgNO3 ആയിട്ട് ചേർന്ന് Cu2+ എന്താണ്, Ag ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ നമ്പറാണ് ഇതാ ഇവിടെ ഞാൻ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നു ഓക്സിഡേഷൻ നമ്പർ വന്ന കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു. ഇത് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ഇനി മനസ്സിലാക്കാൻ പാടൊന്നുമില്ല. ടു ഐഡന്റിഫൈ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇവിടുത്തെ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റുകളെ കണ്ടുപിടിക്കണം. സിമ്പിളാണ്. ഞാൻ പറഞ്ഞു തന്നു ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന്. ആ നിയമം അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു പാടുമില്ല. ഞാൻ ഇതിന് മുന്നേ, ഇത് പഠിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ചോദിക്കാം, എടാ നമ്മളിപ്പോൾ പറഞ്ഞപ്പോഴേ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മുകളിലുള്ള ആൾ എന്താ സംഭവിക്കുന്നത്, അതിന് സംഭവിക്കുന്നത് നിങ്ങൾ പറയും ഓക്സിഡേഷനാണ് സംഭവിക്കുന്നതെന്ന് പറയും. ആണോ അല്ലേ? കാരണം മുകളിലുള്ളവൻ എപ്പോഴും എന്തോ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ട് റിയാക്ഷന് വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്, അവൻ ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ അവനായിരിക്കുമല്ലോ എന്തെന്ന് പറയുന്നത്, റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ താഴെയുള്ള ആളായിരിക്കും എന്ത് സംഭവിക്കുന്നത്, റിഡക്ഷൻ സംഭവിക്കുന്ന ആൾ, അവനായിരിക്കും അപ്പോൾ എന്തെന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ്. ഇത് ഈ ഒരു സംഭവം ഇല്ലാതെ നിങ്ങൾ കാണാതെ പഠിക്കാൻ ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കിക്കോ, മെഗ്നീഷ്യം കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. കോപ്പറിനേക്കാളും റിയാക്റ്റീവ് മെഗ്നീഷ്യമാണ്. മെഗ്നീഷ്യം സൾഫേറ്റും കോപ്പറും ഉണ്ടാകും. ഇവിടെ ഓക്സിഡൈസ് ആയത് ആരാണ്, മെഗ്നീഷ്യം അല്ലേ? മെഗ്നീഷ്യം എന്ത് പറ്റി, മെഗ്നീഷ്യം ഇലക്ട്രോൺസിന് നഷ്ടപ്പെട്ട് Mg2+ ആയി, പ്ലസ് എന്താണ് 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. വിച്ച് മെറ്റൽ ഇസ് റെഡ്യൂസ്ഡ് ഹിയർ, റെഡ്യൂസ് ആയതാണ് കോപ്പറാണ്. കാരണം Cu2+ എന്ത് പറ്റി, 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് Cu ആയിട്ട് മാറി, അപ്പോൾ റിഡക്ഷൻ സംഭവിച്ചു. വിച്ച് റിയാക്ഷൻ ഒക്കെ ടു ദ മോർ റിയാക്റ്റീവ് മെഗ്നീഷ്യം അല്ലേ? മെഗ്നീഷ്യത്തിൽ എന്താ സംഭവിച്ചത്, ഓക്സിഡേഷൻ. അപ്പോൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആയാലും എന്താ സംഭവിച്ചത്, റിഡക്ഷൻ. സോ മോർ റിയാക്റ്റീവ് മെറ്റലിന് എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കും, ലെസ് റിയാക്റ്റീവിന് എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, റിഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഏജന്റ് ആരെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നോക്കടാ, ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡേഷൻ നടക്കാൻ സഹായിക്കുന്നവൻ, സ്വയം റെഡ്യൂസായി ഓക്സിഡേഷൻ നടത്താൻ സഹായിക്കുന്നവനാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അതുപോലെ എന്താണ് റിഡക്ഷൻ നടക്കാൻ സഹായിക്കുന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. ഇവിടെ Cu2+ എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. സോ അവനാണ് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. Mgക്ക് എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ അവനാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. സോ റിഡോക്സ് റിയാക്ഷനിൽ എന്ത് പറ്റും, ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസ് ആവും, റെഡ്യൂസിങ് ഏജന്റ് എന്താവും, ഓക്സിഡൈസ് ആവും. സെറ്റല്ലേ? കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ വലിയ പാട് കൊണ്ടാടാ. ഇവിടെ നോക്കടാ, ഇത് നോക്ക്, AgNO3 + Cu gives Cu + 2Ag. ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കുക. Cu എന്ന് പറയുന്നത് നൈട്രേറ്റുമായിട്ട് ചേർന്നു, Cu എന്ന് പറയുന്ന ആരുമായിട്ട് ചേർന്നു, നൈട്രേറ്റുമായിട്ട് ചേർന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം Cu എന്ന് പറയുന്ന നൈട്രേറ്റുമായിട്ട് ചേരണമെങ്കിൽ Cu എന്ത് ചെയ്യണം, ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തണം. അപ്പോൾ Cu2+ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു. എങ്കിൽ ഇവനാണ് എന്ത്, റെഡ്യൂസിങ് ഏജന്റ്. സിൽവറിന് എന്ത് പറ്റി, Agക്ക് എന്ത് പറ്റി, Ag+1 ആയി വരത്തുള്ളൂ, 2 Ag ആണല്ലോ. അപ്പോൾ 2Ag+1 + 2 ഇലക്ട്രോൺസ് എന്തായിട്ട് മാറി, Ag ആയിട്ട് മാറി. ഇവനാണ് എന്ത് നടന്നത്, റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ ആർക്ക് റിഡക്ഷൻ സംഭവിച്ചേ, സിൽവറിന്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, സിൽവർ. റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, ഓക്സിഡേഷൻ നടന്ന ആൾ ആരാണ്, കോപ്പർ. ആരാണ്, കോപ്പർ. Ag2+ ആണ്, Ag+ ആണ്, പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയും. സോ ഇൻ റിഡോക്സ് റിയാക്ഷൻ മോർ റിയാക്റ്റീവ് മെറ്റൽ ആക്ട് എപ്പോഴും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടായിരിക്കും അല്ലേ? കാരണം എന്താ, മെഗ്നീഷ്യം ആണ് ഇവിടെ എന്തായിട്ട് കോപ്പറാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്തത്, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തത്. ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള സിൽവർ എന്തായിട്ട് ആക്ട് ചെയ്തു, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തു. പിടികിട്ടിയിൽ. മൂന്നാമത്തെ യൂസ് ഇതേ പരിപാടി തന്നെയാണ്. ഇവിടെ നമ്മൾ വേറെ രീതിയിലാണ് പറയുന്നത്. ഒരു ആസിഡ് എടുക്കുന്നു. നമുക്കറിയാം ആസിഡ്സിനകത്ത് ആരുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ആസിഡിനകത്ത് അയൺ എടുത്തു, മെഗ്നീഷ്യം എടുത്തു, കോപ്പർ എടുത്തു, ലെഡ് എടുത്തു, സിങ്ക് എടുത്തു. എന്നിട്ട് ഇവിടെ എവിടെയൊക്കെയാണ് ഹൈഡ്രജൻ റിലീസ് ആയതെന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. HCl എന്ന് പറയുന്നതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നാൽ ഇവിടെ 4 പുറത്തു പോവും, ഹൈഡ്രജൻ പുറത്തു പോകും. പകരം ഒരാൾ വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചത് കൊണ്ടറിയാം, പകരം ഒരാൾ വരണമെങ്കിൽ അവൻ ഇവനേക്കാളും എന്തായിരിക്കണം, മോർ റിയാക്റ്റീവ് ആയിരിക്കണം. ആണോ അല്ലേ? അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഹൈഡ്രോജൻ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇരുമ്പ് എന്ന് പറയുന്ന ആൾ, മെഗ്നീഷ്യം എന്ന് പറയുന്ന ആൾ, സിങ്ക് എന്ന് പറയുന്ന ആൾ, ഇവർ മൂന്നുപേരും റിയാക്ടിവിറ്റി സീരീസിൽ ആരെക്കാളും മുകളിലാണ്? ഹൈഡ്രോജനേക്കാളും മുകളിലാണ്. കാരണം നോക്ക്, ഹൈഡ്രോജൻ താഴെ കിടക്കും. ഹൈഡ്രോജൻ നോക്ക്, മെഗ്നീഷ്യം, അയൺ, പിന്നെ ഏതായിരുന്നു? അലുമിനിയോ, സിങ്കോ, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, സിങ്ക് ആയിരിക്കും അല്ലേ? സിങ്ക് മൂന്ന് പേര് ഹൈഡ്രോജനേക്കാളും മുകളിൽ. എന്നാൽ ഈ പറയുന്ന ലെഡ് എന്ന് പറയുന്ന ആൾ, ഇവിടെ റിയാക്റ്റീവ് സീരീസ് പറഞ്ഞിട്ടില്ല, കോപ്പറും ലെഡും ഹൈഡ്രോജനേക്കാളും താഴെയാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നടക്കുമ്പോൾ നിങ്ങൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക്, കോപ്പറിൽ നിന്നും ഒട്ടും തന്നെ എന്ത് വരത്തില്ല? ഹൈഡ്രോജൻ ഗ്യാസ് വരത്തില്ല. ലെഡിൽ നിന്ന് ഇച്ചിരി പോരെ വന്നാലായി, ലെഡിൽ ഇച്ചിരി പോരെ എന്ത് ചെയ്താലായി? കുറച്ച് വന്നാൽ ആയി. കാരണം എന്താണ്? ഹൈഡ്രോജനേക്കാളും തൊട്ട് മുകളിലാണ് ലെഡ്. അപ്പോൾ ചെറുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വന്ന് മുട്ടിയും മൂടിയൊക്കെ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 1-2 ഹൈഡ്രോജനൊക്കെ റീപ്ലേസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. കോപ്പർ ആണെങ്കിലോ എവിടെയാണ്? ഹൈഡ്രോജനേക്കാളും താഴെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ആസിഡിൽ നിന്നും ഹൈഡ്രോജനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഹൈഡ്രോജനേക്കാളും റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം? റിയാക്ടിവിറ്റി സീരീസ് അറിയാമെങ്കിൽ കാണാതെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിയാക്ഷൻ നടത്തി നോക്കാതെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് റിയാക്ടിവിറ്റി സീരീസിൻ്റെ 3 ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയണിലും മെഗ്നീഷ്യത്തിലും ലെഡിലും അതുപോലെ സിങ്കിലും ബബിൾസ് വരും. അതിൽ ഏറ്റവും നന്നായിട്ട് വരുന്ന മെഗ്നീഷ്യത്തിലും, അത് കഴിഞ്ഞിട്ട് സിങ്കിലും, അത് കഴിഞ്ഞിട്ട് അയണിലുമാണ്. കാരണം റിയാക്ടിവിറ്റി സീരീസിലെ പൊസിഷൻ നോക്കിയാൽ ലെഡിൽ വളരെ കുറച്ച് വരുള്ളൂ, കോപ്പറിൽ വരത്തില്ല, കാരണം താഴെയാണ്. സോ മെറ്റൽ എബവ് ഹൈഡ്രോജൻ ക്യാൻ റീപ്ലേസ് ഹൈഡ്രോജൻ ഇൻ ദ സീരീസ്. ഇതാണ് റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത്. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഞാൻ എന്ത് ചെയ്തേക്കാം? ഗ്രൂപ്പിലിട്ടേക്കാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ ഈ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ആദ്യത്തെ ഒരു ഭാഗം, മെയിൻ ഭാഗം കഴിഞ്ഞു. നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. അത് അടുത്ത ക്ലാസ് പഠിക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.